തങ്ങളെ വിളിക്കുകയും അവിടത്തോട് സങ്കടം പറയാൻ പാടില്ല എന്നാ മുജാഹിദ് പറയുന്നത്. എന്നാ മുസ്ലിം ലോകത്ത് ഇത് ആദ്യം തുടങ്ങി വെച്ചത് ആരാന്നറിയോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൗഹീദ് അറിയാത്തവരല്ല, ശിർക്ക് പഠിക്കാത്തവരല്ല. നിങ്ങൾ ഇത് ഓർക്കണം സഹോദരങ്ങളെ, ഒരൊറ്റ നിമിഷം നിങ്ങൾ ചിന്തിക്കണം. 1150 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബ് അല്ലാമ ആജുരിയുടെ കിതാബു ശരീഅ 5-ാമത്തെ വാള്യം 70-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. എന്താ പറയുന്നത് എന്നറിയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗത്തിലായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നു. എന്താണ് സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നത്? എന്താണെന്ന് അറിയാമോ? ഞാൻ മക്കളെ ഈ രോഗത്തിൽ മരിച്ചാൽ, നോക്കണം നിങ്ങൾ, സിദ്ദീഖുൽ അക്ബറിനേക്കാളും വലിയ തൗഹീദിന്റെ ആളുകളായി ഇവര് മേനി നടിക്കണോ? ഞാൻ ഈ രോഗത്തിൽ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവു ചെയ്യണം, നിസ്കരിക്കണം, മറവു ചെയ്യണം. എന്നെ മറവു ചെയ്യേണ്ടത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ തിരുചാരത്താണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ എന്റെ ജനാസയുമായി നിങ്ങൾ എടുത്ത് നിസ്കാരം കഴിഞ്ഞെടുത്ത് മറവു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നു, നിങ്ങൾ എന്റെ ജനാസ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ആ ഖബർ ഷരീഫുള്ള റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ നിങ്ങൾ വെക്കണം. ആരാത് പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ. എന്നിട്ട് പറയുന്നു, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ കിടക്കുന്ന നബി തങ്ങളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. വഫാത്തായ നബിയോട് സമ്മതം ചോദിക്കുക. ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, അനാചാരം അബൂജഹലിനേക്കാൾ വലിയ മുറളണ്ട, കഥല്ലാതെ ആടണ്ട, വിവരമില്ലാതെ പറയണ്ട. 1350 കൊല്ലം സഹോദരന്മാരെ മുമ്പുള്ള ഗ്രന്ഥം, രചിക്കപ്പെട്ട ഗ്രന്ഥം അല്ലാമ ആജുരിയുടെ കിതാബു ശരീഅ, അവിടെ വെച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നു, എന്റെ ജനാസ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ച സന്ദർഭത്തിൽ റസൂലിന്റെ ഖബർ ഷരീഫിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്നെ മറവു ചെയ്യാവൂ. ഫഇല്ലം യൂദല്ലക്കും, നിങ്ങൾക്കവിടെ മറവു സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ ഫഅഖ്രിജൂനി വഅദ്ഫിനൂനി ഫിൽ ബഖീ, എന്നെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ മറവു ചെയ്യണം. സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നു. ശിർക്കാണെങ്കിൽ ഇത് വസിയത്ത് ചെയ്യുവോ? ഇത് കേൾക്കുന്നത് സ്വഹാബികളല്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞോ, എന്താ നിങ്ങൾ ഈ വയസ്സുപ്രായപ്പോ നിങ്ങൾക്ക് തൗഹീദൊക്കെ മറന്നോ? ശിർക്കാണോ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരൊറ്റ സ്വഹാബി പറഞ്ഞില്ല. അവരുടെ കൂട്ടുകുടുംബാദികൾ പറഞ്ഞോ? പറഞ്ഞില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുന്നു. സ്വഹാബികൾ അവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, മറവു ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജനാസയതാ കൊണ്ടുപോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുൻവശത്ത്, അതാ ആ വാതിലിന്റെ മുൻവശത്ത് അവിടുത്തെ ജനാസയങ്ങ് വെക്കുന്നു. എന്നിട്ട് സ്വഹാബത്ത് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനുക, ഇത് അബൂബക്കറിന്റെ ജനാസയാണ്. അബൂബക്കർ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു നബിയേ. തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതിച്ചാലേ ഞങ്ങൾ അവിടെ മറവു ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളോട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി മറവു ചെയ്യാനാണ് വസിയത്തുള്ളത് എന്നങ്ങ് പറഞ്ഞപ്പോൾ ആ റൂമിന്റെ ഉൾഭാഗത്ത് നിന്ന് ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നു. എന്താണെന്നോ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. ഹബീബായ എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബായ എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണേ. ഹബീബും ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാകുന്നു. അങ്ങനെ ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നു. ആ റൂം അങ്ങനെ മലർക്കെ തുറക്കുന്നു. സ്വഹാബികൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അവിടെ മറവു ചെയ്യുന്നു.
1150 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട അല്ലാമ ആജുരിയുടെ കിതാബ് ശരിയ നോക്കിക്കോളൂ. 5-ാമത്തെ വാള്യം 70-ാമത്തെ പേജിൽ കാണാം. ഇമാം ഫഖ്റുദ്ദീൻ റാസി